എല്ലാ പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. ചേട്ടനും സുഹൃത്തുക്കളും ചേർന്ന് അനുജന്റെ ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു സർപ്രൈസാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസി. എന്റെ ക്യാരക്ടറിന് ആപ്റ്റാണ് ഇദ്ദേഹത്തിന്റെ ലുക്ക്. ഒരു സിനിമയിൽ നായക സ്ഥാനം കിട്ടിയ പിന്നെ കഥാപാത്രത്തെ ഉൾക്കൊണ്ടാ മതിയല്ലോ. അതൊരു ന്യൂ ജനറേഷൻ മൂവിയാണ്. പക്ഷെ പെട്ടെന്നാണ് ഈ സിനിമാ കഥക്കിടയിലേക്ക് അയാൾ എത്തിയത്. എങ്ങനെയുണ്ട്? മിന്നാന്നത്തെ കറിയാ, അപ്പൊ കുഴപ്പമില്ല, ഇവർക്ക് കൊടുക്കാല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കഥ മുഴുവൻ പറഞ്ഞ് ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ ഇവനല്ലേ അഭിനയിക്കുന്നത്? നല്ല പയ്യനല്ലേ ഇവൻ? ശരിയാകല്ല. ഒരു നായക സ്വപ്നത്തെ തച്ചുടച്ച വേദനാത്മക അഭിനയ കഥ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അതൊക്കെ ഞാൻ പണി കാണിച്ചു. മലയാള സിനിമയിലെ കുറച്ചു ഭാവി വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പരിചയപ്പെടലാകാം. പേര്? അഖിൽ. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ സേക്രഡ് ആർട്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എന്താണ്? ബികോം ട്രാവൽ ആൻഡ് ടൂറിസം. ഇദ്ദേഹം? ഞാൻ ശ്രീലക്ഷ്മി, സേക്രഡ് ഹാർട്ടിൽ സെക്കൻഡ് ഇയർ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം. ക്ലാസ്മേറ്റ്സ്? അതെ, ഞങ്ങൾ മൂന്നുപേരും ക്ലാസ്മേറ്റ്സ് ആണ്. പേര്? അമിത്. ഞാൻ അഖിലിന്റെ ബ്രദറാണ്. ഫ്രാഞ്ചോ. ഫ്രാഞ്ചോ ഫ്രാഞ്ചോ ഫ്രാഞ്ചോ? ആ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ. ഫ്രാങ്കോ എന്നൊക്കെ കേൾക്കാറുണ്ട്. ഒരു വെറൈറ്റി നെയിം ഫ്രാഞ്ചി എന്നുള്ളതിന്റെ ഒരു മോഡേൺ പേരാണോ? നിങ്ങളിൽ സിനിമ അഭിനേതാക്കൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ഇപ്പം എൻ്റെ മൂന്നാമത്തെ മൂവി ചെയ്യാണ്. ആദ്യത്തേത് വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കള്ളൻ. രണ്ടാമത്തേത് നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പി ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത ഓടും രാജ ആടും റാണി. മൂന്നാമത്തേത് ഹേമന്തിൻ്റെ സ്ക്രിപ്റ്റിൽ കാരണവർ. മൂന്നും ഒക്ടോബർ നവംബർ റിലീസാണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത ഹണിബി എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. ഐ ആം ടോണി. പിന്നെ ഇപ്പോൾ റിലീസായ സപ്തമശ്രീ. ഈ 2 മൂവി റിലീസാവുന്നുണ്ട്. യോബിൻ്റെ പുസ്തകവും ലാൽ ബഹദൂർ ശാസ്ത്രി. എന്താണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള റീസൺ? ആക്ച്വലി അക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാം എന്ത് ചെയ്യണം. അപ്പോൾ ഞാനും ഫ്രാൻസും കൂടി പ്ലാൻ ചെയ്യായിരുന്നു എന്ത് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ടേക്ക് ഇറ്റ് ഈസിയുടെ എപ്പിസോഡ് കണ്ടത്. അത് ഞാൻ കണ്ടത് ആ ഭ്രാന്താശുപത്രിയിലെ എപ്പിസോഡാണ്. അപ്പോൾ അപ്പോൾ എന്തായാലും അഖിലിന് ഇങ്ങനെ ഒരു പണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴേക്കും ലക്കിലി അവൻ്റെ ബർത്ത്ഡേ ഡേറ്റിന് തന്നെ ഓൾമോസ്റ്റ് കറസ്പോണ്ടിങ് ഡേറ്റിനായിട്ട് തന്നെ ഷൂട്ടും പ്ലാൻ ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്താൽ ഇവന് മനസ്സിലാവും എന്തോ പറ്റിക്കാനാണ്. അപ്പോൾ മനസ്സിലായി ഓക്കെ റൈറ്റ് പേഴ്സൺ അമിതേട്ടനാണ്. അമിതേട്ടൻ ഇതിൽ ഇൻവോൾവ് ആയ എന്തായാലും വിശ്വസിക്കും. അങ്ങനെ ഞാൻ അമിതേട്ടനെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അഖിലിന് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമിതേട്ടനായിരുന്നു കൂടുതൽ സപ്പോർട്ട്. ഫുൾ ഓൺ കൊടുത്തോ എന്ന് അമിതേട്ടൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അമിതേട്ടൻ ഞങ്ങൾ പാട്ടായി. പിന്നെ ഇവനെ പ്രാങ്കിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവൻ ഇത്രയും പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല. ആക്ച്വലി ഇവര് പ്ലാൻ ചെയ്തത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ്. കാരണം ഇവര് ഒരേ ദിവസം എടുത്താണ് ടൈം എടുത്താണ് എന്നെ ഇതിലോട്ട് പെടുത്തിയത്. ഇതേപോലെ കഥ കേൾക്കാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട് ഞാനും ചേട്ടനും. അപ്പോൾ പിന്നെ എന്തായാലും അതിൽ എനിക്ക് വലിയ ഇതായിട്ട് തോന്നി. പെട്ടുപോയി. ഞാൻ ഫ്രാഞ്ചോനോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ എന്നോട് നേരത്തെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ലടാ ഞങ്ങളിങ്ങനെ ടേക്ക് ഇറ്റ് ഈസി ആണ് പ്ലാൻ ചെയ്തിരുന്നത് നിന്റെ ബർത്ത്ഡേക്ക്. പക്ഷേ എന്താ അത് സമയവും അവർക്ക് ഷൂട്ടാകും നമ്മൾ വിചാരിച്ച നടക്കൂല എന്നും കൂടി പറഞ്ഞു. പിന്നെ അതും പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു ഇതില്ല. ഇവനെ ഞാൻ അതിനാണ് എന്തെങ്കിലും പണി കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ഇവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. പക്ഷെ ഇവൻ ഡബിൾ ഗെയിം കളിച്ച് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ആയി. അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ സംഭവിക്കാൻ പോകുന്നത് അഖിൽ ഒരു സിനിമ ഡയറക്ടറെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്ടർ അഖിലിന് കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ സംവിധായകൻ്റെ അമ്മാവനായുള്ള ഒരാളുണ്ട്. പുള്ളി കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹായ്, നമ്മൾ കണ്ടിട്ടില്ല. ശ്രീലക്ഷ്മി. അമിത്.
സോ ഇപ്പം ആക്ച്വലി ഈ എൻ്റെ ക്യാരക്ടറിന് ആപ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ ലുക്ക്. കഥ ഞാൻ പറയാം. അതൊരു ന്യൂ ജനറേഷൻ മൂവിയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കാണുന്ന ടിപ്പിക്കൽ ന്യൂ ജനറേഷൻ അല്ല. ഒരു മാർക്കറ്റിൽ വെച്ചൊരു ഫൈറ്റ് സീൻ നടക്കുകയാണ്. ആ ഫൈറ്റ് സീനിലാണ് നമ്മൾ അഖിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർക്ക് കുടിക്കാൻ അതല്ല ജ്യൂസ് എന്തെങ്കിലും ജ്യൂസ് എടുക്കാം. ഇവിടെ തന്നെ ആപ്പിൾ ജ്യൂസ് എടുക്കാം. ഇവിടെ പൈനാപ്പിൾ എടുക്കാം. എടുക്കാം അവിടെ നാരങ്ങ വെള്ളം അല്ല നാരങ്ങ വെള്ളം എടുക്കാം. ഇവിടെ വന്നാൽ അങ്ങനെ കൊടുത്തില്ല വഴക്കും. ആ എനിക്ക് ചായ മതിയില്ല. മതി. നിങ്ങൾക്ക് അല്ല ജ്യൂസ് തന്നെ, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്നത്. ഈ മാർക്കറ്റിൽ ഫൈറ്റ് നടക്കുന്നു. ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മകൻ വീട്ടിൽ വരുമ്പോൾ അവിടെ വെച്ച് അമ്മയെ കാണുന്നു. അവിടെ വെച്ച് ഫാമിലി സെൻറ്റിമെൻറ്റിൽ ഓപ്പൺ ആകുകയാണ്. അതാണ് അമ്മ അലമാരിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഈ അമ്മയുടെ ചെറുപ്പകാലവും 6 വയസ്സുള്ളൊരു കുട്ടിയുടെയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഫോട്ടോ നടുകെ കീറിപ്പോയ പോലുള്ളൊരു എഫക്റ്റാണുള്ളത്. നേരെ അടുത്ത കട്ട് വരുന്നത് ഹീറോയിൻ ഇൻട്രൊഡക്ഷൻ. ഇവരൊരു മീഡിയ പേഴ്സണാണ്. അങ്ങനെ ഇവർ ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങി ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ് അമിതിൻ്റെ ക്യാരക്ടർ. ഐ എം സോറി, അഖിലിൻ്റെ ആരാണ് ആരൊക്കെയാണ്? എൻ്റെ കൂട്ടുകാരാണ്. കൂട്ടുകാരല്ല ഇവരെന്തിനു വന്ന? അവരെന്നെ കാണാൻ വേണ്ടി വന്ന അല്ല ഈ സിനിമയുടെ വല്ല അതിനു വേണ്ടി വന്ന അഭിനയിക്കാൻ വന്നേരാ? അതെ അതെ. എന്നാ ഫോട്ടോ എന്താണ്? അതല്ല അതെ നിങ്ങളൊക്കെ ഇനി വലിയ നടന്മാരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലേ അപ്പോൾ ഒരു ഫോട്ടോ എടുത്തോ. ഞങ്ങളുടെ ഏട്ടാ എടുത്തോ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആർക്ക് വേണം? ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുക്കാനാ പറഞ്ഞു. നേരെ ഇരിയടാ. ഐ എം റിയലി സോറി. എൻ്റെ ഒരു വകയിലൊരു അമ്മാവനാണ് അദ്ദേഹം. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഒപ്പോസ് ചെയ്യാൻ പോകാതിരിക്കുക. ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും പുള്ളി പറയുന്നതിന് എതിരായിട്ട് ചെയ്താൽ വയലൻ്റ് ആകും. പക്ഷേ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഇടപെട്ടാൽ മതി. ഒരു പ്രശ്നമുള്ളൂ. പുള്ളി പറയുന്നതെല്ലാം അംഗീകരിച്ച് കൊടുക്കുക. ഫോട്ടോ എടുക്കാൻ പറഞ്ഞു, കൊടുത്തു, നോ പ്രോബ്ലം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക്സ്. ഞാൻ സ്ക്രിപ്റ്റ് എടുത്തോണ്ട് വരാം. സ്ക്രിപ്റ്റ് നിങ്ങളുടെ പോർഷൻസ് അത്ര ഇതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇയാളെ കാണണമായിരുന്നു. ഒരു മിനിറ്റ്. നോക്കിട്ട് പറയാം. അല്ല ഒന്ന് ടച്ച് ചെയ്ത് നോക്കി ഇച്ചിരി കഴിച്ചു നോക്കുമ്പോൾ ഇതെന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. മിന്നാന്നത്തെ കറിയാ. അപ്പോൾ കുഴപ്പമില്ല, ഇവർക്ക് കൊടുക്കാമല്ലോ. ഞാൻ വന്നേടാ വന്നേ. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ നോക്കാം. അല്ല എൻ്റെ ടിഷ്യൂ ഇല്ല, എൻ്റെ മൊബൈൽ മാത്രമേ. എങ്ങനെയുണ്ട് സ്റ്റോറി? ഒന്നും തിരിച്ചു പറയണ്ട.
എന്താ നല്ല നല്ല ക്യാരക്ടറാണ് ആ അതെ ചെയ്യണ ക്യാരക്ടറാണ്. ആ വട്ടത നോക്കണ്ട. അല്ല നിനക്ക് ഹിന്ദി അറിയോ? പിന്നെ എനിക്കറിയില്ല. ഓ അതെനിക്കറിയില്ലായിരുന്നു. പഠിച്ച് പറയാന്നല്ലേ ഉള്ളൂ. ആ, ഒരു ടിഷ്യൂ കൊണ്ടുവന്ന് Thank ഞങ്ങൾ God. ടിഷ്യൂ തപ്പണ അതെ ടിഷ്യൂ തപ്പായിരുന്നു. എടുത്തു. ഇതിവിടെ സ്ഥിരം ചിലവാകുന്ന ഐ എം റിയലി സോറി. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. It's okay. വയ്യാത്തല്ലേ? അറിഞ്ഞോണ്ട്. അതെ ആക്ച്വലി എൻ്റെ മൂഡ് തന്നെ പോയി. ഏയ് ഒരു കുഴപ്പമില്ല. We are absolutely fine. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇയാളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീസ് ഓക്കെ. ഇനി ഇത് കളയരുത്. ഐ മീൻ ആ സമയത്തേക്ക് മതി. റിയാസ് എത്ര തിരക്കാണെങ്കിലും ഇത്തരം ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല അല്ലേ സാറേ? അതായത് ഈ മന്ത്രിയുടെ ഈ സ്ഥാപന നേതാവിൻ്റെ ഫോട്ടോ കാണുന്നത് മന്ത്രി റിയാസ് സത്യാവസ്ഥ പറയുന്നത് പാർട്ടി സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പ് വണങ്ങിയിട്ട് എന്നും ജോലി ആരംഭിക്കാവൂ എന്ന പാർട്ടി ഉത്തരവ്. ആളൊരു കൈയിട്ടുവാരി ആയതുകൊണ്ട് വണങ്ങാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്കടുത്തേക്ക് നേതാവിനെ മാറ്റി. അപ്പോൾ മനസാക്ഷിക്കുത്തില്ലാതെ വണങ്ങാമല്ലോ ഏതാ റിയാസ്. അങ്ങനെ ഇതേതാണിപ്പം? എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ കൂട്ടുകാരാ? ഓ ആവശ്യമില്ലാത്ത ചോദ്യം. ഇവിടുത്തുകാരല്ല. പേപ്പർ വായിക്കാൻ സ്ഥലമില്ല. അമ്മാവൻ അകത്ത് പോയിരുന്നു വായിച്ചു. ശ്രീധമാമ അകത്ത് പോയിരുന്നു വായിച്ചു കേട്ടോ. ഇല്ല വൈഫും കുഞ്ഞും കൂടെ പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. പുള്ളിയെ കൊണ്ട് അങ്ങ് പോകാനും പറ്റത്തില്ല. ഫോൺ എടുത്തിട്ട് വല്ല കുഴപ്പമുണ്ടാക്കുമോ? സാറേ ഡേ ഇന്റീരിയർ ഓഫീസിലേക്ക് വരുന്ന ഹെഡ് മാസ്റ്റർ 55 വയസ്സ് പ്രായം സ്റ്റാഫിന്റെ അടുത്തേക്ക് വരുന്നു. അവനുണ്ടോ? ആളില്ല. അവൻ ഇവനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പച്ചപ്പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് എനിക്ക് കഥ ഫാമിലിയും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. കോമഡി ഉണ്ട്. കോമഡിക്ക് വേണ്ടിയുള്ള കോമഡി അല്ല, കോമഡി ഇല്ല. സിറ്റുവേഷണൽ ആയിട്ടുള്ള. അപ്പൊ എന്നിട്ട് ഞാൻ ക്ലൈമാക്സ് പറഞ്ഞില്ല. ക്ലൈമാക്സിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഈ പ്രോബ്ലം ഏതാണ്ട് സോൾവ് ആയി നിൽക്കുമ്പോൾ കഥയാണ്. എങ്ങനെ കഥ കേൾക്കാണ്ട് എങ്ങനെ നിങ്ങളൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നവരാണ്? അല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയതാ. അല്ല എന്നാലും ഇത് മക്കൾ പിരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ പഴയ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച പകർത്തിയാണോ നീ ഇപ്പം ഇരുന്ന്? അല്ല എനിക്ക് തന്നെ തീരെ മൂളയില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. വെറുതെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ വിളിച്ചിരുത്തിയേക്കാണ്. എനിക്കറിയാൻ പാടില്ല. എവിടെ കേൾക്കട്ടെ, കഥ കേൾക്കട്ടെ. ഞാൻ കഥ ഇവരോട് പറഞ്ഞായിരുന്നു. അല്ല ഞാനൊന്ന് കേട്ടോട്ടടാ. കേൾക്കട്ടെ. എന്നിട്ട് ഇവരാരൊക്കെയാണ്? അതൊരു മോൻ, ഇത് വേറൊരു മോൻ. ഇവർ രണ്ടുപേരും സ്നേഹിക്കുന്ന പെങ്കൊച്ചാ അത്. അത് കൊള്ളാം. അതിനൊക്കെ അത് കൊള്ളാം. ഈ പുള്ളി ഉണ്ടല്ലേ, ഈ മോനും ഉണ്ടല്ലേ. ഈ മോൻ എന്താ വേഷം? പുള്ളി അനിയനായിട്ട്. എന്റെ അനിയനായിട്ടുള്ള ബോറായി.
ഇത് ശരിയായാലും ബാക്കിയൊക്കെ എനിക്ക് കൊച്ചനാണെങ്കിൽ ഒരു പ്രേമിക്കണം ഒരു ചുറ്റിക്കളിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വേണോടാ, ഇതെനിക്ക് അഭിപ്രായമില്ല. നിന്റെ ഇഷ്ടം പിന്നെ, പക്ഷെ എനിക്ക് അഭിപ്രായമില്ല ഉള്ള കാര്യം പറയാം. എന്ത് കഥ മുഴുവൻ ഞാൻ ചോദിക്കട്ടെ, ഈ കഥ മുഴുവൻ പറഞ്ഞ് ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ ഇവനല്ലേ അഭിനയിക്കുന്നത്? അല്ല ഞാൻ കാര്യമായിട്ട് നിന്നോട് പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ 2 തല്ല് തല്ലാം. പക്ഷേ സത്യൻ്റെ നസീറിൻ്റെ ആരാധന പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇപ്പം ആ ചെറുക്കന് അവനും പുതിയ ചെറുക്കനല്ലേ, പക്ഷെ അവന് ഒരു സിനിമക്കൊക്കെ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ആളാ. പിന്നെ മുള്ളൻ പന്നിയുടെ മുടി ഇതൊന്നും എനിക്ക് തോന്നണില്ല. ഇത് ശരിയാവില്ല, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ ഇതിലുമൊക്കെ നല്ല പിള്ളേരുണ്ട് ഇവിടെ. നിനക്ക് വേണോ? എത്ര പേര് വേണം? നിങ്ങൾ അഭിനയിക്കുക. ഞാൻ പറഞ്ഞു ഇത് നിനക്ക്, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ 2 പേരും സംസാരിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന പ്രശ്നമുണ്ട്. എന്ത് ക്ലിയർ ആകുന്ന? എന്ത് ക്ലിയർ ആകണമെന്നാ പറയുന്നത്? പിന്നെ ഞാനും മരുന്ന് ഇല്ല അല്ല, നല്ല അഭിനയിക്കും പുള്ളിക്കാരൻ. നന്നായിട്ട് എന്റെ പൊന്നുമോനെ, അവന്റെ തൊഴിലാണിത്, മനസ്സിലായ? അവനൊരു കാര്യം ചെയ്യുമ്പോ അതൊക്കെ കൊണ്ടാണ് ഞങ്ങളും ഒക്കെ കഴിഞ്ഞു കൊടുക്കുന്നത്. എന്റെ പൊന്നുമോന് എന്തോരം പഠിച്ചു പണ്ട് വല്ല ജോലിക്ക് പോയാൽ പോരും. വന്നപ്പോ തന്നെ ഒരു കളലക്ഷണം എനിക്ക് തോന്നി, ഉള്ള കാര്യം പറയാലോ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, എന്നാലും അതല്ല. എടാ നല്ല പയ്യനല്ലേ ഇവൻ? ശരിയാകല്ല. ഞാൻ അതിന് പകരം നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ തരാം. അതൊക്കെ അങ്ങനെ പറയും. നിന്റെ ഭാവിയോ പോണോ ഇവനെയൊക്കെ വെച്ചിട്ട് ചെയ്താ? നിനക്ക് ആളെ തന്നാ പോരെ ഞാൻ? എന്റെ സ്വഭാവം അറിയാൻ പറ്റും. ക്ലൈമാക്സ് ഞാൻ എളുപ്പം പറയാം. 2 പേരെയും ഇഷ്ടപ്പെടാൻ ഉള്ള കണ്ടീഷനിലാണ്. ഒരു കളം വരയ്ക്കുന്നു, തുളസിയില പ്രാർത്ഥിച്ചിരിക്കുന്നു. ഒന്നിൽ അമിത്തിൻ്റെ പേര് എഴുതുന്നു, ഒന്നിൽ അഖിലിൻ്റെ പേര് എഴുതുന്നു. ഏതിലാണ് ഇല വീഴുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കുന്നതില്ല. പിടി കിട്ടിയോ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ. ആക്ച്വലി എങ്ങനെയുണ്ട് സ്റ്റോറി? എങ്ങനെയുണ്ട് സ്റ്റോറി ലൈൻ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഇങ്ങോട്ട് വന്നേ. ആര്? ഇങ്ങോട്ട് വാ. ആര്? അതൊക്കെ ഞാൻ പണി കാണിച്ചു. കേറി വാ. ആര്? നീ പയ്യൻ മതിയാ. പയ്യൻ മതിയാ. ഹാപ്പി ബർത്ത്ഡേ അക്കു. വളരെ നന്നായിട്ടുണ്ടല്ലേ. പാവം സ്റ്റോറിയൊക്കെ അപ്പൊ ഞാനൊരു കലാകാരനാണ്. ദൈവനും ഇവളും കൂടി ഒപ്പിച്ച പണി. എന്തായാലും മെനി മെനി ഹാപ്പിനെസ് ഓഫ് ദി ഡേ. അപ്പോ കേക്ക് കട്ട് ചെയ്താലോ? Thank you so much. സംവിധായകന്റെ അമ്മാവന് വട്ടാണെന്ന് മനസ്സിലായപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നി? എനിക്ക് ആക്ച്വലി ആദ്യം ഇങ്ങനെ അമ്മാവനെ അത് പുള്ളിയുടെ അഭിനയം അത്ര ഹൈ ആയിപ്പോയി. മറ്റേ ഡയറക്ടറിൻ്റെ പുള്ളിയുടെ വിഷമമൊക്കെ കണ്ടപ്പോൾ പിന്നെ പറഞ്ഞ് ഞാൻ ഇവിടെ നിങ്ങളെ വിളിച്ചു വരുത്തിയത് തന്നെ പുള്ളിയുടെ ഒറ്റക്കായി പോയി. എൻ്റെ ഭാര്യയും കുട്ടികളും പുറത്തു പോയി. അപ്പോൾ അത്ര കൺവിൻസിങ് ആയി പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഇവർ 2 പേരും സുഖമില്ലാത്ത ആളല്ലേ എന്നും പറഞ്ഞ ആദ്യം പോയി. പിന്നെയും എനിക്കിങ്ങനെ വന്നപ്പോ അവസാനം
മറ്റേ സംവിധായകന് വട്ടാണ് ഞാൻ ഉറപ്പിച്ച്. കാരണം അവസാനം തുളസിയിലെ ഇടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതൊരു പ്രാന്ത് സെറ്റപ്പ് ആണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അപ്പൊ പുള്ളി ഇതിന്റെ വീടിന്റെ അകത്തുനിന്ന് വേറെ പ്രാന്തന്മാരെ വിളിച്ചിറക്കണേണ്. ആ പേടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാവുചേട്ടൻ പറഞ്ഞത്. ഇതൊന്നും അല്ല, പുള്ളിക്കാരന്റെ ഭ്രാന്താന്ന് പറഞ്ഞപ്പോ അവൻ ഒറ്റയടിക്ക് വെള്ളം കുടിച്ചല്ലോ. എന്നോട് തിരിഞ്ഞിട്ട് ദൈവമേ ഈ വെള്ളം ഇനി എവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ ഒറ്റയടിക്ക് കുടിക്കുകയും ചെയ്തു. വലിയ ടെൻഷനായി പുള്ളി കൊണ്ടുവന്ന വെള്ളം ഞാൻ ആ ഒരു ഇതിൽ വേഗം വെള്ളം കുടിച്ചു വെച്ചു. പിന്നെ ഇവർ രണ്ടുപേരും എവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചില്ല. ഞങ്ങള് ചോദിക്കുകയും ചെയ്തു എവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഒറ്റ വലി കുടിച്ചത് കയറ്റുകയും ചെയ്തല്ലടാ. എനിക്ക് ആകെ ടെൻഷനായി പുള്ളിക്ക്. പിന്നെ എനിക്കൊന്നും തിരിച്ച് പറയാനും പറ്റില്ല. കാരണം ഇങ്ങനെ പറഞ്ഞല്ലോ ഒപ്പോസ് ചെയ്യരുത്. എനിക്ക് ഭ്രാന്തേറി എന്നെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഹറാസ് ചെയ്തോണ്ടിരിക്കല്ലേ. കറി എന്തോ ടേസ്റ്റി ആയതുകൊണ്ട് അത് ശരിക്കും പുള്ളി ഒന്ന് സൂത്രത്തില് നക്കാതെ വിട്ടു നോക്കി. നക്കിച്ചത് ശരിക്കും അതും കൂടി ആയപ്പോ ടോട്ടലി അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ. പക്ഷെ ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര പുള്ളിയുടെ അഭിനയവും അവിടത്തെ പെട്ടുപോയി. സുഹൃത്തുക്കളുടെ അഭിപ്രായം കേൾക്കട്ടെ. ഒരുപാട് പ്രതീക്ഷിച്ചു പുള്ളി. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് അടുത്ത ഇമ്രാൻ ഹാഷ്മി ഹിന്ദിയിലെന്നൊക്കെ പറഞ്ഞ് ഉടുക്കത്തെ അടിയായിരുന്നു. എന്നാലും നന്നായിട്ടുണ്ട് സൈമ, നന്നായി. ഇപ്പൊ തോന്നുന്നില്ലേ കൊണ്ടുവരണ്ടായിരുന്നു ഇവരെയൊക്കെ? ഇവനെ ഒന്ന് പെടുത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ പെട്ട് വീണ് ഉരുണ്ട്. കണ്ടിട്ടേ ഉള്ളൂ, TV കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇൻവോൾവ് ആയി ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പെടാൻ പോണെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഈ കാണുന്ന കുറെ പേര് ഇതുപോലെ വെല്ലുവിളികൾ പറയാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അടുത്തോട്ട് വരട്ടെ ഞാൻ പൊളിച്ച് കളയാം എന്നുള്ളത്. അത് ഈ കാണുമ്പോ തോന്നുന്നതാണ്. അത് പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ എന്നാ ഇവനെ പെട്ടിന്റെ തന്നെ ആഗ്രഹം. എന്തായാലും പകുതിക്ക് വെച്ച് ഞാൻ പറയും, കുറച്ച് ഞാൻ നിന്നിട്ട് പകുതിക്ക് വെച്ച് ഞാൻ പറയും ഇത് ടേക്ക് ഇറ്റ് ഈസി അല്ലേ സാബുചേട്ടനെ വിളിക്ക് എന്ന് ഞാൻ പറഞ്ഞ് പൊളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരുടെ ആക്ടിങ് എല്ലാവരെയും കൂടി ഇങ്ങനെ എടുത്തുവെന്ന് ഞാൻ വിചാരിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴൊന്നും ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലായിട്ടില്ല. രാത്രി വന്നിരുന്ന് എൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ സമയത്ത് പിന്നെ ഓർത്ത് ടേക്ക് ഇറ്റ് ഈസി യൂട്യൂബിൽ എടുത്ത് നോക്കി. അണ്ട് ഓരോന്നിനും ടോൺ ഇടുന്നേ കണ്ടിട്ട് എന്റെ അമ്മേ ചേട്ടാ അണ്ട് അവനാ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇതിന്റെ എന്താ ചേട്ടാ അവൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യണേ കിട്ടാൻ പോണ പണി എന്തൊരു വലുതാന്നുള്ളത്. ബർത്ത്ഡേയുടെ അന്ന് സുഹൃത്തുക്കള് കൊടുക്കാൻ വേണ്ടി ഇരുന്നൊരു സർപ്രൈസിൽ ജ്യേഷ്ഠനും കൂടെ കടന്നു വരികയും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിനൊരു ഭയങ്കര സർപ്രൈസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഒരു സംഘമാണ്, വളരെ അടുത്ത് സൗഹൃദം വെച്ച് പുലർത്തുന്ന ആൾ. ആ സൗഹൃദം എക്കാലവും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. അതുകൂടാതെ കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ ആരെങ്കിലും ഒന്ന് സഹായിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഞങ്ങളെ എഴുതി അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം കൂടുതൽ സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.